നമ്മൾ ഫാമിലിക്ക് ഉള്ളിൽ തന്നെ ഒരു ഗവേണിംഗ് സിസ്റ്റം വേണം. തീർച്ചയായും. അതായത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അവർ തമ്മിൽ സംസാരിക്കേണ്ട ഒരു ഡിന്നർ ടേബിൾ മീറ്റിംഗ്സുകൾ, എപ്പോൾ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കണം, എപ്പോൾ അൺഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമായിട്ട് നിൽക്കണം, അവർ തമ്മിലുള്ള പിക്നിക്കുകൾ, ടൂറുകൾ, ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഈ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കും, കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി വരും. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒത്തിരി വാട്സാപ്പ് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനും അതിലേക്കുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല നല്ല അസസ്മെൻറ്റ് നടത്താനും ഒക്കെ ഇതൊരു പെയിൻ അല്ലാണ്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ഒന്നിച്ച് പോയാൽ ഗുണമെന്ന് വെച്ചാൽ പല ഇൻഡിവിജ്വൽസാണ്. ഇപ്പോൾ മൊത്തം ഒരു 10-12 പേരുള്ള ഒരു ഫാമിലിയിൽ പല ഇൻഡിവിജ്വൽസാണ്, പല തിങ്കിങ് ഉള്ളവരാണ്, പല എക്സ്പോഷർ ഉള്ളവരാണ്, ഇൻലോസ് വരുമ്പോൾ വേറെ ഡിഫറൻസ് ഉള്ളതാണ്. ഇവരെല്ലാം ഒരു ചട്ടക്കൂട്ടിലാക്കാനായിട്ടുള്ള ഇങ്ങനെയുള്ള മീറ്റിങ്സുകളും ഒന്നിച്ചുള്ള തിങ്കിങ്ങുകളും മറ്റേ വാട്സാപ്പ് ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യലും ഒക്കെ നടത്തണം. ഇതിനൊരു ഗവേണിങ്ങിൽ ഒരാളെ ഏൽപ്പിക്കണം. അതിപ്പോൾ മിക്കവാർക്കും മൂത്ത ആളാരെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻറ്റും കൂടെ കൂടിയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ വേറെ ചില കേസുകളിൽ സംഭവിക്കാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പല ബ്രദേഴ്സുള്ളപ്പോൾ ഒരാൾ മാത്രം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമെന്നാന്ന് വെച്ചാൽ താഴെയുള്ളവർ പറയും മൂത്തയാൾ ഒന്നിലെ പൈസ ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ ഇത് നശിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.